ഹിന്ദുക്കൾ എന്നാണോ ഇവിടെ ന്യൂനപക്ഷമായി മാറുന്നത്, ഈ ഭാരതം മുസ്ലിം രാഷ്ട്രമായി മാറും, അത് ബംഗ്ലാദേശായി മാറും, യാതൊരു സംശയവുമില്ല. എന്ത് ബംഗ്ലാദേശായി മാറുന്നോ? സത്യമാണോ ആസാമി? ബംഗ്ലാദേശ് എന്താ കടിച്ച ആസാമിന്? അതെയോ? ആസാമി, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ബംഗ്ലാദേശിലെ മുസ്ലിങ്ങളെ വിட ഇന്ത്യയിലെ ഹൈന്ദവരെയാണ് ഇഷ്ടം. ഇന്ത്യയിലെ നാനാജാതിയിൽപ്പെട്ട മനുഷ്യരെയാണ് ഇഷ്ടം. അവരോടുകൂടി ജീവിക്കാനാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഇഷ്ടം. മനസ്സിലായോ സ്വാമി? ബാക്കിയൂടെ പറ സ്വാമി, കേൾക്കട്ടെ. കാശ്മീരിലെ ഹിന്ദുവിന് ഓടി വരാൻ ഭാരതത്തിൽ മറ്റു സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമുള്ള ഹിന്ദുവിന് വരാൻ ഭാരതം ഇവിടെയുണ്ട്. പക്ഷേ ഭാരതത്തിലെ ഹിന്ദു ന്യൂനപക്ഷമായി ഈ രാഷ്ട്രം മുസ്ലിം രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടാൽ ഹിന്ദു എവിടെ പോകും? ഇന്ത്യ മുസ്ലിം രാജ്യമായി കഴിഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുക്കളെല്ലാം എവിടത്തേക്ക് പോകും എന്നാണ് സ്വാമിയുടെ സങ്കടം. എങ്ങോട്ട് പോകേണ്ട സ്വാമി? അവരുടെ സുഖസുന്ദരമായിട്ട് മുസ്ലിമും ഹിന്ദുവും എല്ലാം ചേർന്ന് സഹോദര സഹോദരിമാരായിട്ട് സുഖമായി ജീവിക്കും ഇന്ത്യയിൽ. ഒരു പ്രശ്നമില്ല. പണ്ടിവിടെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായിരുന്നല്ലോ മുഗളന്മാരുടെ കാലത്ത്. അന്ന് ഹിന്ദുക്കൾ ഉണ്ടായിരുന്നില്ലേ? അവർക്ക് എവിടെയും പോകേണ്ടി വന്നോ? ഇല്ലല്ലോ. അവർ സുഖമായി ജീവിച്ചില്ലേ? പിന്നെ എന്തിനാണ് സ്വാമി മാറിയ ദുർഗന്ധം വമിക്കുന്ന വായ കൊണ്ട് ഇങ്ങനെ പച്ചക്ക് വർഗീയത പറയുന്നത്? വയസ്സൊക്കെ തോനെ ആയില്ലേ? ഇങ്ങനെ വലിച്ചു കഴിഞ്ഞപ്പോൾ താഴോട്ട് പോവില്ല ശ്വാസം. അതിനെപ്പറ്റി ചിന്തിക്കൂ നിങ്ങൾ ആദ്യം. ഞാനിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശ്വാസം എപ്പോഴാണ് താഴേക്ക് വരിക, സപ്പോസ് വന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്ന് സങ്കടപ്പെടുന്ന സമയത്ത് ഇങ്ങനത്തെ വർഗീയത പറയുന്നത് മോശമാ സ്വാമി. പറയല്ലേ കേട്ടോ. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഹിന്ദു എവിടെ പോകും? ഇവിടുത്തെ കോൺഗ്രസ് ഹിന്ദു എവിടെ പോകും? ഇവിടുത്തെ ഇടതിനും വലതിനും അവന്റെ മക്കൾക്കും പോകുവാൻ ഈ ലോകത്തൊരു രാജ്യവും ഉണ്ടാവില്ല. അവന് കാലുകുത്തുവാൻ ഒരു തരി മണ്ണുണ്ടാവില്ല. ഇത് ആലോചിച്ചിട്ട് വേണം ഇവിടെ രാഷ്ട്രീയം കളിക്കുവാൻ. ചാമി മൂക്കണ കയറ്റി കടിച്ച് മൂപ്പിക്കുകയാണ് അല്ലേ? ഇടതിലെയും വലതിലെയും ഹിന്ദുക്കളെ തരംതിരിക്കുകയാണ് ചാമി. അടിപൊളി മൂപ്പിക്കൽ. എൻ്റെ ചാമി, നിങ്ങളൊക്കെ കത്തിച്ച വേഗമോ? വിറക് കൊള്ളി കരിഞ്ഞാലും നിങ്ങളൊന്നും കരിയില്ല. അങ്ങനത്തെ ജന്മങ്ങളാണ് നിങ്ങളൊക്കെ. അടിപൊളി. അല്ലയോ ജരാന്തര ബാധിച്ച കിഴവ, താങ്കളൊന്ന് മനസ്സിലാക്കണം. പാകിസ്ഥാനിലെ ഹിന്ദുക്കൾക്ക് ഒരു പ്രശ്നവുമില്ല, ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് ഒരു പ്രശ്നവുമില്ല. അവർ സുഖസുന്ദരമായിട്ടാണ് അവിടെ ജീവിക്കുന്നത്. നിങ്ങളായിട്ട് അവരെ പ്രശ്നം ഉണ്ടാക്കരുത്.